നമ്മൾ എന്ത് വാല്യൂ എടുക്കുകയാണെങ്കിൽ അതൊരു റീസൺ ഉണ്ട്. നമ്മൾ വെറുതെ ഒരു അസംഷനായിട്ട് കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡ് ഒരു ഹ്യൂമൻ്റെ കാലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് മിനിമം എന്താ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ 250 ഉണ്ടാകുക. അതുകൊണ്ടാണ് മിനിമം എന്ത് ചെയ്യണം 250 വേണമെന്ന് പറയുന്നത്. നമ്മൾ എന്ത് വാല്യൂ എടുക്കുകയാണെങ്കിൽ അതൊരു റീസൺ ഉണ്ട്. നമ്മൾ വെറുതെ ഒരു അസംഷനായിട്ട് കൊടുക്കുന്നതല്ല. ഇത് നമ്മൾ പറയുന്നതല്ല. ഇതാരാ നമുക്ക് ഈ അഡ്വൈസ് തന്നിരിക്കുന്നത്? NBC എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോഡുണ്ട്. എന്നാൽ നാഷണൽ ബിൽഡിംഗ് കോഡ്. ഈ ബിൽഡിങ്ങിൻ്റെ കോഡ്സ് വെച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും റെക്കമെൻഡ് ചെയ്യുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഹൈറ്റ്, ലാൻഡിങ്, ഒരു ബിൽഡിംഗ് എത്ര ഹൈറ്റ് പോകണം, അങ്ങനെ റൈസർ. ഓക്കെ, ഈ പാർട്ടാണ് നമ്മൾ റൈസർ എന്ന് പറയുന്നത്. നമ്മൾ നോർമലി 150 to 180 വരെയാണ് റൈസർ കോഡ്. ഇതാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലൈറ്റ്. സോ എന്താ പറയുക, ത്രെഡും റൈസും കൂടിയ ഒരു പാർട്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫ്ലൈറ്റ് എന്ന് പറയാം. എവരി മിഡ് ലാൻഡിങ്ങിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഫ്ലൈറ്റ് ഉണ്ടാവും. 2 ഫ്ലൈറ്റുകൾ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ലാൻഡിംഗ് എന്ന് പറയുന്നത്. P = 600 to 650 ആണ്. ഇതാണ് നിങ്ങളെ കംഫർട്ട് ഫോർമുല. നോർമലി എന്ത് ചെയ്യണം 2R എന്നാൽ 2 റൈസർ പ്ലസ് ഒരു ത്രെഡ്, അത് രണ്ടും കൂട്ടിയാൽ എന്ത് ചെയ്യണം 600 to 650 നിങ്ങൾക്ക് വേണം. എന്നാലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ സ്റ്റെയർ കേസിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അപ്രൂവൽ ആകും കിട്ടുള്ളൂ. Well Fabs Academy. Learn, build, achieve.